ഈ ചേരമാൻ പെരുമാൾ മതം മാറി മക്കയ്ക്ക് പോയി എന്നൊരു കള്ളക്കഥയുണ്ട്. അതൊക്കെ സിനിമയൊക്കെ ആക്കാൻ പോകുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നു, കുറേ കാലം കേൾക്കുന്നു. നമ്മുടെ വാരിയംകുന്നൻ്റെ കഥ പറഞ്ഞതുപോലെ ചേരമാൻ പെരുമാൾ അങ്ങനെ മക്കത്ത് പോയി മാർഗം കൂടിയ കഥ ഇങ്ങനെ ഒരു കള്ളക്കഥയാണെന്ന് MGSനെ പോലുള്ള ചരിത്രാന്വേഷകർ കണ്ടെത്തി സ്ഥാപിച്ചിട്ടുണ്ട്. ഞാൻ നോക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ രാജാക്കന്മാരെയൊക്കെ ഇങ്ങനെ മതം മാറ്റുകയോ അല്ലെങ്കിൽ മാർഗം കൂട്ടുകയോ ഒക്കെ ചെയ്യാൻ ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. തിരുവിതാംകൂറിലെ ഏതെങ്കിലും രാജാവിനെ ഇങ്ങനെ ആരെങ്കിലും മതം മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടോ? ചിത്തിര തിരുനാൾ മഹാരാജാവിനെ മതം മാറ്റാനായിട്ട് ശ്രമിച്ച കഥ, ഈ ഇങ്ങനൊരു കഥയും അദ്ദേഹത്തിന് കൊടുക്കാനിരുന്ന പേര് ഇതാണെന്നൊക്കെ വളരെ വർഷങ്ങളായിട്ട് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ചരിത്രരേഖകളൊക്കെ കാണാത്തതുകൊണ്ടാണ് ഇതുവരെ ചർച്ചയിൽ പറയാതിരുന്നത്. മാഞ്ഞു പോയ ശംഖുമുദ്ര എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പുസ്തകം മാതൃഭൂമി പുറത്തിറക്കിയിട്ടുണ്ട്. പ്രൊഫസർ MG ശശിഭൂഷൺ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ചരിത്രകാരൻ എന്നുള്ളതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ മറ്റേ ശബരിമല ചെപ്പേട് അതുപോലത്തെ പല കാര്യങ്ങളിലും പുതിയ വെളിച്ചമൊക്കെ വീശുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇത് പറയുന്നത്. ബെഞ്ചമിൻ ബാലരാമവർമ്മ എന്നുള്ള കോഡ് പേരിട്ടിട്ട്, അതാണ് പേര് കൊടുക്കാൻ തീരുമാനിച്ചത്, ബെഞ്ചമിൻ ബാലരാമവർമ്മ. അപ്പോൾ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവെന്നാണല്ലോ, അതിൽ നിന്ന് ബാലരാമവർമ്മ എടുക്കുക, ബെഞ്ചമിൻ എന്നുള്ള പേര് കൊടുക്കുക. ബെഞ്ചമിൻ എന്നുള്ളതാണെങ്കിൽ ഇവിടെ കുറച്ച് പേരുള്ള പേരാണ്, കാരണം ബെഞ്ചമിൻ ബെയ്ലിയൊക്കെ വന്നിരുന്നല്ലോ CMS കോളേജും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. പ്രൊട്ടസ്റ്റന്റുകളുടെ പരിപാടി. പക്ഷേ എനിക്കൊരു സംശയം, അന്ന് ഈ തിരുവിതാംകൂർ വാഴുന്ന രാജാവിനെ എടുത്തു പോയി മതം മാറണം എന്നൊക്കെ പറയാൻ, അതും ശ്രീപത്മനാഭൻ തിരുവനന്തപുരത്ത് ഇരിക്കുമ്പോൾ ആർക്ക് ധൈര്യം ഉണ്ടാവും? ധൈര്യം ഉണ്ടായിരുന്നത് സാൽവേഷൻ ആർമിക്കായിരുന്നു. സാൽവേഷൻ ആർമിയുടെ പദ്ധതിയായിരുന്നു ഇത്. സാൽവേഷൻ ആർമിയുടെ ഒരു വലിയ കെട്ടിടം നമ്മൾ മറ്റേ മാസ്കറ്റ് ഹോട്ടൽ കഴിഞ്ഞിട്ട് വലത്തേക്ക് പോകുമ്പോൾ ഇടതുവശത്ത്, അപ്പോൾ സാൽവേഷൻ ആർമിയൊക്കെ അവിടെ കൊണ്ടുവന്ന് പണ്ടേ കുടിയിരുത്തിയിട്ടുണ്ട്. അവരൊരു യൂണിഫോം പോലെ സ്റ്റാർ ഒക്കെ അല്ലേ? അത് തന്നെ. കാരണം അവരുടെ കാണാറില്ല, ഇടയ്ക്കൊക്കെ ബസ് സ്റ്റാൻഡിലൊക്കെ കാണാറുണ്ട്. തിരുവനന്തപുരത്ത് മാത്രമേ ഇത് കാര്യമായിട്ടുള്ളൂ. അപ്പോൾ ഈ മൺട്രോയുടെ കാലത്ത് ധാരാളം മതം മാറ്റങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. കൺവെർഷന് വേണ്ടി ഒരുപാട് സഹായം ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ മൺട്രോ. മൺട്രോ തുരുത്ത് കൊല്ലത്തുള്ളത്. ഈ മൺട്രോയുടെ ആ ഒരു വശം അധികം ആളുകൾ പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ ഒരുപാട് അവിടെ പാളയത്തിനോട് ചേർന്ന് തന്നെ സഭകൾക്കൊക്കെ ധാരാളം സ്ഥലമൊക്കെ കൊടുത്തിരിക്കുന്നതൊക്കെ മൺട്രോയുടെ കാലത്താണ് ഈ ചെയ്തിരിക്കുന്നത്. ഈ തിരുവിതാംകൂറിൽ ഉടനീളം അങ്ങനെ പല ഭാഗത്തും മൺട്രോ നടത്തിയ ശ്രമത്തിൻ്റെ മുറിവുകളൊക്കെ ഇപ്പോഴും മായാതെ കിടപ്പുണ്ട്. അപ്പോൾ പല ഘട്ടങ്ങളിലും മറ്റേ ബാലരാമവർമ്മയോട് പോയി സംസാരിച്ചിട്ട് ഇത് ശരിയാക്കാനൊക്കെ, ഞാൻ വേറെ സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ളത് ഇതിൻ്റെ ബാക്കി പറയാം, കൊച്ചിയിലും മലബാറിലും ഒക്കെ. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ ഗ്രൂപ്പാണ് അവർക്ക് ബ്രിട്ടീഷുകാരുടെ, അന്നും ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണല്ലോ. അല്ല, ബ്രിട്ടീഷുകാർക്ക് അന്ന് ഈ മതം മാറ്റാനുള്ള ശ്രമത്തിൻ്റെ പിന്നിൽ അവർക്കൊരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടായിരുന്നു. കാരണം ഇവിടെയുള്ള ആളുകളെ മുഴുവൻ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് പിന്നെ വലിയ ഭീഷണി ഉണ്ടാവത്തില്ല. ഈ സാൽവേഷൻ ആർമി എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് സംഘമാണ്. അതെ അതെ. അപ്പോൾ 1865 വില്യം ബൂത്ത് എന്ന് പറഞ്ഞ, അയാൾ അതുവരെ മെത്തഡിസ്റ്റ് എന്ന് പറഞ്ഞ ചർച്ചിലുണ്ടായിരുന്ന ആളാണ്. അതിൽ നിന്ന് മാറിയിട്ട് അയാൾ ഉപദേശിയായിരുന്നു. അയാൾ തുടങ്ങിയതാണ്. ഈസ്റ്റ് ലണ്ടനിലാണ് തുടങ്ങിയത്. പാവങ്ങളെയൊക്കെ നന്നാക്കുക, അങ്ങനെയാണല്ലോ ആദ്യം പറയുക. അതായിരുന്നു ഉദ്ദേശം. ഈ ചുമന്ന പാത്രങ്ങൾ കൊണ്ടാണ് പിരിക്കുക, റെഡ് കെറ്റിൽസ് എന്ന് പറയും. അതാണ് ഈ ചുമപ്പാണല്ലോ അവരുടെ വേഷവും ഒക്കെ. 17 ലക്ഷം അംഗങ്ങൾ അതിലുണ്ട്. 133 രാജ്യങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. ചെറിയ സംഘടനയൊന്നും അല്ലത്. ഈ ബൂത്ത് അയാളെ സ്വയം ജനറലായിട്ടാണ് കരുതിയിരുന്നത്, പട്ടാള ജനറലായിട്ട്. മിലിറ്ററി യൂണിഫോമിലാണ് നടക്കുന്നത്. പക്ഷെ അവിടെ ഇവർ നമ്മുടെ മെയിൻ സ്ട്രീം ക്രിസ്ത്യൻ സംഘടനകളായിട്ടൊന്നും ബന്ധമില്ല. ഇത് പ്രൊട്ടസ്റ്റന്റ് കാര്യമായിട്ടും CSI ആയിട്ടൊന്നും ബന്ധമില്ല. അതിന് ഈവൻ നമ്മുടെ ഈ പെന്തക്കോസ്റ്റൽ ചർച്ചുമായിട്ട് പോലും ബന്ധമില്ല. പക്ഷേ 2022 ഇവരെ ആകെ ചെലവ് ചെയ്തിട്ടുള്ള തുക 2022 $3.6 ബില്യണാണ്, $1 ബില്യൺ. അപ്പോൾ പല സ്ഥലത്തുനിന്നും സംഭാവനയൊക്കെ വരുന്ന സംഘടനയാണ്. ആഫ്രിക്കയിലെ അഭയാർത്ഥി ക്യാമ്പുകളൊക്കെ തുറക്കുക, അങ്ങനെ ആളുകളെയൊക്കെ
ആദ്യം ഈ കള്ളുകൂടിയന്മാരെയൊക്കെയാണ് മാറ്റിയിരുന്നത്. പിന്നെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് അങ്ങനെയൊക്കെ മാറ്റി മാറ്റി കൺവെർഷൻ അവരുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു എന്നുള്ള അവരുടെ ചരിത്രത്തിൽ നോക്കാം. പക്ഷേ ശശിഭൂഷൺ എഴുതുന്നത് ഈ നീക്കം സർ സി പി രാമസ്വാമി അയ്യർ പൊളിച്ചു എന്നാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ഇൻക്ലിനേഷൻ മഹാരാജാവിന് ഉണ്ടായി വന്നാലും അത് നടക്കില്ല എന്ന് സർ സി പി ഉറപ്പുവരുത്തി എന്ന് പറയുന്നു. അതുകൊണ്ട് തീരുന്നില്ല. മതം മാറിക്കഴിഞ്ഞാലും നാണയങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലും ബെഞ്ചമിൻ രാമവർമ്മ എന്നാണല്ലോ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ BRV എന്നാണല്ലോ. BRV എന്ന് പറഞ്ഞ മുദ്രകൾ നിലനിർത്തണം എന്ന് സാൽവേഷൻ ആർമിക്ക് ഉണ്ടായിരുന്നു. ഒന്ന് കോയിൻസൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ BRV എന്നുള്ള മുദ്രയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനൊരു സാങ്കല്പിക നാമം അവരുദ്ദേശിച്ചിരുന്നതെന്ന് ശശിഭൂഷൺ ഈ അല്ല ബെഞ്ചമിൻ രാമവർമ്മ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം. നാണയത്തില് അതങ്ങനെ നിലനിന്ന് കിട്ടുന്നുണ്ടെന്താവും മെച്ചം? വെറുതെ ഒരു ഇങ്ങനെ ഞങ്ങൾക്കൊരു ക്രിസ്ത്യൻ രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇതുവരെ സാധിച്ചില്ലല്ലോ. അതിന്റെ ഒരു വിഷമം നമ്മൾ നേരത്തെ ചെയ്തിരുന്നു, കൊച്ചിയിലെ ഒരു രാജാവ് തോമാ രാജാവിന്റെ കഥ. അതെ, അത് നമുക്കിത് പറയാം. അപ്പോൾ ഇത് മാത്രമല്ല ശശിഭൂഷൺ ഇതിൻ്റെ അകത്ത് പറയുന്നത്. മുമ്പ് നമ്മളവിടെ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ അവിടെ തെരുവിൽ കൂടി നടക്കുന്ന ഒരു സ്ത്രീയെപ്പറ്റി ഇത് ചിത്തിരത്തിരുന്നാളിൻ്റെ കാമുകയാണ്, സുന്ദരി ചെല്ലമ്മയാണോ എന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷേ അണിഞ്ഞൊരുങ്ങി മഹാരാജാവ് പോകുന്ന വഴിയിൽ കാത്തു നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ആളുണ്ടായിരുന്നു. പക്ഷേ കാട്ടാക്കട സ്വദേശിയുമായിട്ടുള്ളൊരു സ്ത്രീയുമായിട്ട് ചിത്തിരത്തിരുന്നാളിന് രഹസ്യബന്ധം ഉണ്ടായിരുന്നു എന്ന് ശശിഭൂഷൺ ഇതിൻ്റെ അകത്ത് 132-ാം പേജ് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ സന്തുഷ്ടമായിട്ടൊരു കുടുംബജീവിതം നയിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു എന്ന്. അതിന് കഴിയാത്തതിൽ മാനസിക വ്യഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാതാവ് സ്വന്തം അമ്മ ഈ വിവാഹം കഴിച്ചാലും ആ സ്ത്രീയുമായിട്ട് ഒത്തുപോകാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നു. അങ്ങനെയാണ് വിവാഹം വേണ്ട എന്ന് വെച്ചിട്ട് തിരുവനന്തപുരത്തുകാർ കാട്ടാക്കട അമ്മച്ചി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സ്ത്രീയുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നത്. കാട്ടാക്കട 3-ാം വീട്ടിൽ ലക്ഷ്മിക്കുട്ടി ഇതാണ് ആള് എന്ന് ശശിഭൂഷൺ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ശശിഭൂഷൺ പറയുകയാണ് ചിത്തിരത്തിരുന്നാളും ഒരു പച്ച മനുഷ്യനായിരുന്നു എന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ രാജാക്കന്മാരുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെ സ്വാഭാവികമാണ്. ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇദ്ദേഹം MGS എന്ന് പറഞ്ഞാൽ MG ശശിഭൂഷൺ എന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ്, മറ്റേ MGSനെ അല്ല ഉദ്ദേശിക്കുന്നത്. ശശിഭൂഷൺ സാറ് ഈ പറഞ്ഞതുപോലെ ഈ ഇദ്ദേഹത്തെ മതപരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചു എന്നതിൻ്റെ തെളിവുകൾ എന്താ പറയുന്നത്? അദ്ദേഹം അതിൻ്റെ അകത്ത് ചരിത്രരേഖകളൊക്കെ ഉണ്ട്, നോക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നൊക്കെ കോട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം മുമ്പ് ഈ സംഭാഷണത്തിലൊക്കെ ഇങ്ങനെ ഇത് പറയുമായിരുന്നു. പക്ഷേ ഇതുവരെ കേരളത്തിൽ ആരും ഇങ്ങനെ രേഖകളായിട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് ഇത് ആദ്യമാണ്. ഇനി കൊച്ചി രാജ്യ ചരിത്രത്തിൽ കൊച്ചി രാജാവിനെ മതം മാറ്റാനായിട്ട് ആർച്ച് ബിഷപ്പ് മെനേസിസ് പുറകെ നടന്ന കാര്യം പറയുന്നുണ്ട്. 1599 ഉദയംപേരൂർ സൂനകദോസ് നടക്കുന്ന കാലത്ത് ഈ പ്രഷറൈസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് സമ്മർദ്ദം സഹിക്കവയ്യാതെ അവരുടെയൊക്കെ കീഴിൽ അടിമ പോലെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ. ചില ഘട്ടത്തിൽ നിർബന്ധം ചിലപ്പോൾ അതിന് കീഴ്പ്പെടേണ്ടിയും വരുമായിരിക്കും. അങ്ങനെ രാജാവ് ഇവിടെ നിന്ന് മാറി താമസിക്കുന്നതൊക്കെ ആയിട്ട് കൊച്ചി രാജ്യ ചരിത്രത്തിൽ പറയുന്നുണ്ട്. മുളന്തുരുത്തിയിലേക്ക് കടന്നു കളഞ്ഞതായിട്ടൊക്കെ കൊച്ചി രാജ്യ ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിലൊരു രാജാവ് ക്രിസ്ത്യാനിയായി മാറിയിട്ടുണ്ട്. അത് താനൂർ രാജാവാണ്. താനൂർ രാജാവ് സാമൂതിരിയുമായിട്ട് തർക്കത്തിൽ നിൽക്കുകയാണ്. കാരണം സാമൂതിരി വലിയ രാജാവാണ്, താനൂർ വളരെ ചെറിയ ഒരു ചുറ്റളവ് മാത്രമുള്ള ചെറിയ വിസ്തൃതിയുള്ള പ്രദേശമാണ്. അപ്പോൾ ഈ ഫ്രാൻസിസ് സേവിയർ മലബാറിൽ വന്ന കാലത്ത് ഫ്രാൻസിസ് സേവിയർ താനൂർ രാജാവിനെ പോയി കാണുന്നു. ഇതൊക്കെ വീണ്ടെടുക്കാൻ, സാമൂതിരി രാജാവ് പിടിച്ചു കൊണ്ടുപോയ സ്ഥലമൊക്കെ വീണ്ടെടുക്കാൻ ഞങ്ങൾ സഹായിക്കാം, അങ്ങ് ക്രിസ്തുമതത്തിൽ ചേരണം എന്ന് പറഞ്ഞിട്ട് താനൂർ രാജാവും ഭാര്യയും ക്രിസ്തുമതത്തിൽ ചേർന്നു. അപ്പോൾ താനൂർ രാജാവ് ഒരു ഉപാധി വെച്ചിരുന്നു, എനിക്ക് പൂണൂൽ അഴിച്ചു മാറ്റാൻ പറ്റില്ല, അത് ഇടണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് ഫ്രാൻസിസ് സേവിയർ പോർച്ചുഗീസ് രാജാവ് മാനുവലിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങിച്ച് അത് പ്രത്യേക ഉത്തരവൊക്കെ രാജാവ് ഇറക്കിയിട്ടാണ് ഈ മതം മാറ്റം
സംഘടിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ചടങ്ങൊക്കെ നടക്കുന്നത് ഗോവയിൽ വെച്ചിട്ടായിരുന്നു. ഗോവയിൽ വഴികളിൽ കൂടി ഡോം ജുവാൻ എന്നോ അങ്ങനെ എന്തോ പേരൊക്കെ കൊടുത്തിട്ടാണ് ഈ തെരുവുകളിൽ കൂടി പ്രദക്ഷിണം ഒക്കെ നടത്തിയിട്ടാണ് ഈ പട്ടയൊക്കെ കെട്ടി തൊപ്പിയൊക്കെ വെച്ച് പുതിയ വേഷവിധാനമൊക്കെ അണിയിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു വലിയ പ്രദക്ഷിണമായിട്ടായിരുന്നു. കുറെ കാലം അവിടെ കഴിഞ്ഞു. ഈ സ്ഥലമൊക്കെ വീണ്ടും എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്തു. പോർച്ചുഗീസുകാർ പോയ സ്ഥലം വാക്കൊക്കെ പാലിച്ചു. അപ്പം അത് കഴിഞ്ഞപ്പോൾ പിന്നെ താനൂർ രാജാവിന് തോന്നി, ഇനിയിപ്പോൾ ഞാൻ എന്തിനാണ് ക്രിസ്തു മതത്തിൽ നിൽക്കുന്നത്. തിരിച്ചു വന്നു ഹിന്ദു പറ്റിച്ചു. തിരിച്ചതിലേക്ക് ഗർവാപസി ഉണ്ടായി. ഗർവാപസി പക്ഷേ ഇത് ആദ്യത്തെ ഒരു ഗർവാപസി ഞാൻ വായിക്കുന്നത് നമ്മുടെ ഈ മാണിക്യവാസകർ. അന്ന് ഈ കൊച്ചി തുറമുഖവും ഇല്ല മാണിക്യവാസകരുടെ കാലത്ത്, ക്രിസ്തുവിന് മുമ്പാണ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ മാണിക്യവാസകർ വൈക്കത്തും തൃപ്പൂണിത്തുറയിലും ഒക്കെ വരുമായിരുന്നു കുതിരകളും മേടിക്കാൻ വേണ്ടി. മധുരയിൽ നിന്ന് മധുര രാജാവിന് വേണ്ടി ഇവിടെ നല്ല കുതിരകൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് മാണിക്യവാസകരുടെ ഇങ്ങോട്ടുള്ള യാത്രകളൊക്കെ വലിയ കഥയാണ്. അപ്പോൾ ആ സമയത്ത് ഈ മണിഗ്രാമം എന്ന് പറഞ്ഞ കച്ചവട സംഘത്തിൽ കുറേ നായന്മാർ ക്രിസ്തുമതത്തിൽ ചേർന്ന് പോയിരുന്നു. ഇവരെ മുഴുവൻ ഹിന്ദു മതത്തിലേക്ക് മാണിക്യവാസകർ തിരിച്ചു കൊണ്ടുവന്നതായിട്ട് ഇന്ത്യൻ ആൻറ്റിക്വിറ്റിയിൽ പറയുന്നുണ്ട്. അങ്ങനെ തിരിച്ചു വന്ന നായന്മാരാണ് മണിയാണി നായന്മാർ എന്നറിയുന്നത് എന്നാണ്. മാണിക്യവാസകരുടെ മണിയുടെ ചേർത്താണ്, അതും കൂടി ചേർത്തിട്ടാണ് വരുന്നത് എന്ന്. അപ്പോൾ പൊതുവെ നായന്മാർ ആ കൂട്ടത്തിൽ നിന്നൊക്കെ അങ്ങനെ വിവാഹത്തിന് ആളെയൊന്നും എടുക്കാറില്ല. ഒരു ചെറിയ അയിത്തം ഒരു കാലത്ത് മതം മാറിയതുകൊണ്ട് കൊണ്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ ഊട്ടിയുടെ ചരിത്രത്തിലൊരു സാമൂതിരി രാജകുടുംബാംഗം ക്രിസ്ത്യാനിയായ ചരിത്രം പറയുന്നുണ്ട്. പിന്നെ ഈ ചേരമാൻ പെരുമാളിൻ്റെ കള്ളക്കഥയാണല്ലോ. പക്ഷെ മറ്റേ സലാലയിൽ മറ്റേ ഒരു സാമൂതിരി രാജകുടുംബാംഗത്തിൻ്റെ എന്ന് പറഞ്ഞിട്ടൊരു ഖബർ സൂക്ഷിച്ചിട്ടുണ്ട് സലാലയിൽ. പച്ച വസ്ത്രമൊക്കെ അണിഞ്ഞിട്ട് അത് ശങ്കരൻ എന്നാണ് പേരായിട്ട് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും കാലത്ത് ഈ ശങ്കരൻ മാറിയിട്ടുണ്ടെങ്കിൽ ആ ശങ്കരനെ വെച്ചിട്ടായിരിക്കും ഈ ചേരമാൻ പെരുമാൾ കള്ളക്കഥ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ല, ഞാൻ ഈ മതം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ സ്വകാര്യ വിഷയമാണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, മതത്തിൽ വിശ്വസിക്കാതെ ഇരിക്കുകയും ചെയ്യാം. തികച്ചും സ്വകാര്യമാണ്. അതിനകത്ത് പിന്നെ ദൈവങ്ങൾക്ക് ദൈവത്തിന് മതമുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാ ദൈവവും ഒരു നമ്മൾ വിശ്വസിക്കുന്ന ഒരു അമാനുഷ്യ ശക്തിയാണ്. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുകയും പ്രപഞ്ചത്തിൻ്റെ താളം നിശ്ചയിക്കുകയൊക്കെ ചെയ്യുന്ന, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു മഹാശക്തിയാണ് ഈശ്വരൻ എന്നാണല്ലോ സങ്കല്പം. അതിനെ നമുക്ക് ഏത് രൂപത്തിലും സങ്കല്പിക്കാം. പക്ഷെ ദൈവത്തിന് ശക്തി കൂട്ടാൻ മനുഷ്യനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ദൈവത്തിന് മനുഷ്യൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ദൈവം മഹാശക്തനാണ്. ദൈവത്തിൻ്റെ ശക്തിക്ക് ഇതേ ഒന്നുമില്ല. നമ്മളെല്ലാം ദൈവത്തിൻ്റെ കൃപാകടാക്ഷം കൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ദൈവം രാഷ്ട്രീയ നേതാവാണോ? ദൈവത്തിന് കൂടുതൽ ആളുകളുടെ ബലം ഉണ്ടാക്കാൻ വേണ്ടി, തലയെണ്ണി ആളെ കൂട്ടാൻ വേണ്ടി ഓരോ മതങ്ങളും ഇങ്ങനെ ആളെ പിടിക്കാൻ നടക്കുന്നത്? മതം മാറ്റം ഒന്നാമത് നിർബന്ധിച്ച് ചെയ്യേണ്ടതല്ല. അല്ല, സ്വമേധയാ ചെയ്യേണ്ട. സ്വമേധയാ നമുക്ക് ഈ ഉൾവിളിയോ എന്തെങ്കിലും കാരണമോ ഉണ്ടായിട്ട് മാറാം. അത് ഒരു മനുഷ്യൻ്റെ ഞാൻ ചോദിക്കുന്നത്, എൻ്റെ മതത്തിൽ 1,00,000 പേര് വന്നാലേ എൻ്റെ ദൈവത്തിന് തൃപ്തിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന് എന്തോ കഴിവുകേടുണ്ട് അല്ലേ? ആൾ കൂടുതലില്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി ചോർന്നു പോകും. അപ്പോൾ മതം മാറ്റം സ്വകാര്യ വിഷയമാണ്. ഇഷ്ടമുള്ള മതം ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം. മതത്തെ തള്ളിക്കളയുകയും ചെയ്യാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യം വന്നപ്പോൾ ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് അവരുടെ ചാർട്ടറിൽ പാർലമെന്റ് പാസ്സാക്കി കൊടുക്കുന്നതാണല്ലോ. അതിൽ മതം മാറ്റം, കച്ചവടം മാത്രമല്ല, അതിൻ്റെ കൂടെ മതം മാറ്റവും കൂടി ഒരു ദൗത്യമായിട്ട് ചേർത്തിരുന്നു. പക്ഷേ ഹിന്ദുമതത്തിൻ്റെ ഈ ആന്തരിക ശക്തി കൊണ്ട് ഇവിടെ നിന്ന് ആരും അങ്ങനെ ആളുകളെ പോയിട്ടില്ല, കിട്ടുന്നില്ല. കാരണം ഈ ക്രിസ്ത്യാനിറ്റിയെയും സ്വീകരിക്കാൻ ഹിന്ദുവിന് കഴിയുമല്ലോ. യേശുവിനെ യേശുദേവൻ എന്നാണ് ഹിന്ദുക്കൾ വിളിക്കുന്നത്. ഹിന്ദുവിൻ്റെ വീട്ടിലും ഒരുപാട് ഹിന്ദുക്കളുടെ വീട്ടിലും യേശുദേവൻ്റെയും അമ്മ മറിയത്തിൻ്റെയും ചിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹിന്ദുക്കൾക്കെല്ലാം
ഇൻക്ലൂസീവാണ്, എല്ലാത്തിനെയും സ്വീകരിക്കുമല്ലോ. അതെ. അപ്പം അതുകൊണ്ട് ഏത് മതം വന്നാലും അത് നമ്മുടെ മതം കൂടിയാണെന്ന് കരുതാൻ മാത്രമല്ല യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ കാണുന്ന അദ്വൈതമാണെന്ന് പറഞ്ഞിട്ട് രംഗനാഥാനന്ദയുടെ ഒരു പുസ്തകം തന്നെ, അതെ അതെ, നാം ആരാധിക്കുന്ന ക്രിസ്തു. അതുകൊണ്ട് മതം സ്വകാര്യ വിഷയമാണ്. ഇഷ്ടമുള്ള മതം ഇഷ്ടമുള്ള ആളുകൾക്ക് സ്വീകരിക്കാം. പക്ഷേ ദൈവം ശക്തനാവണമെങ്കിൽ എൻ്റെ മതത്തിൽ ആൾ കൂടുതലുണ്ടായേ പറ്റുള്ളൂ എന്ന് കരുതുന്നത് ദൈവനിന്ദയാണ്. പക്ഷെ ഒരു രാജാവ് മതം മാറിക്കഴിഞ്ഞാൽ ആ മതത്തിന് കുറച്ചുകൂടി അധികാരത്തിൻ്റെ ആകുമല്ലോ, ശക്തി കിട്ടും എന്ന് ധരിക്കുന്നവരുണ്ടാകാം. അങ്ങനെയായിരിക്കും. അല്ല, ഞാൻ പറയുന്നത് അത് മതത്തിൻ്റെ ദൈവത്തോടുള്ള സ്നേഹമല്ല, രാഷ്ട്രീയ പ്രവർത്തനമാണത്. രാഷ്ട്രീയമാണ്. മതം മാറ്റത്തിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മതത്തെ ഉപയോഗിക്കരുത്, ദൈവത്തെ ഉപയോഗിക്കരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.